നീലകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. രാവിലെ നാമജപത്തില് ഭക്തന്മാർ സ്ഥിരമായി ചേരുന്നത് വലിയ ഒരു നല്ല കാര്യമാണ്, ഒരു മാറ്റമാണ്, ഒരു അനുഗ്രഹമാണ്. പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം, കലികാലത്തിന്റെ ധർമ്മമാണ് നാമജപം. പക്ഷേ നാമജപം കലികാലത്തിൽ മാത്രമല്ല, ഇതിന്റെ മുൻപത്തെ യുഗങ്ങളിലും നാമജപം കൊണ്ട് ഒരുപാട് പേര് പൂർണ്ണത കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോ എല്ലാവർക്കും ഈ ശ്ലോകവും അറിയാം. ക്രിയായ ധ്യായത്തും വിഷ്ണു ത്രേതായാം യജത്തോ മഖൈ ദ്വാപരേ പരിചര്യായാം കലൗ തദ് ഹരികീർത്തനാം. കലികാലത്തിൽ നാമജപമാണ്. മറ്റ് യുഗങ്ങളില് യജ്ഞഹോമാദികൾ, ക്ഷേത്ര ആരാധന ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു യുഗങ്ങളിലും നാമജപം വലിയ തോതിലുണ്ടായിരുന്നു. നാമജപം കാരണം പൂർണ്ണത കൈവരിച്ചവർ അനേകം ആൾക്കാർ. ഇപ്പൊ ത്രേതായുഗത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വാൽമീകി മഹർഷി. വാൽമീകി മഹർഷി രത്നാകരൻ എന്ന ഒരു കാട്ടാളൻ രാമ എന്ന് ജപിക്കുന്നതിന് പകരം തലകുത്തനെ ജപിച്ച ഒരു വ്യക്തിയാണ്. നാമത്തിന്റെ മഹിമ നോക്കിക്കോളൂ. മരാ എന്ന് ജപിച്ച ഒരു വ്യക്തി രാമാന്ന് പോലും ചെയ്തിട്ടില്ല. മരാ എന്ന് അദ്ദേഹം ജപിച്ച് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഗുരുവാകുന്ന അളവിനുള്ള ഒരു ഉയർച്ച. എത്ര പേരാ കലികാലത്തിൽ ദ്വാപരയുഗത്തില് നാമജപം കൊണ്ട് പൂർണ്ണത കൈവരിച്ചവർ. അഹല്യ പാറയായി പോകണം എന്ന് ശാപം കിട്ടിയിട്ടും ആ പാറയുടെ കല്ലിന്റെ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് അഹല്യ രാമ രാമ എന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയെ പ്രതീക്ഷിച്ച് ജപിച്ചു. ആ അഹല്യയുടെ തപോബലം കൊണ്ട് മൂന്നാമത് വരേണ്ട യുഗം രണ്ടാമത് മാറി. ഒരു മഹാ അത്ഭുതമാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 1, ത്രേത 3, ദ്വാപര 2, കലി 4. അപ്പോ 1, 3, 2, 4 ഇങ്ങനെയാണോ ജപിക്കുക എല്ലാരും? 1, 2, 3, 4 എന്നല്ലേ? പക്ഷെ ഇവിടെ 1, 3, 2, 4. എന്താ സംഭവിച്ചത്? അഹല്യയുടെ തപോബലം ജപം കാരണം മൂന്നാമത് വരാനിരുന്ന ത്രേതായുഗം രണ്ടാമത് വരാനുള്ള ദ്വാപരയുഗം 3, ഒരു യുഗത്തിന് തന്നെ മാറ്റം സംഭവിച്ചു. അപ്പൊ ശ്രീരാമൻ വന്ന് അനുഗ്രഹിക്കട്ടെ. കാരണം അഹല്യടുത്ത് മുനിമാരും ഋഷിമാരും പറഞ്ഞു, നീ ഇപ്പൊ കല്ലിന്റെ രൂപത്തിലാ. ആത്മാർത്ഥമായി ശ്രീരാമൻ അല്ലെങ്കിൽ ദ്വാപരയുഗത്തില് ത്രേതായുഗത്തില് ശ്രീരാമചന്ദ്രമൂർത്തി വന്ന് നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞപ്പോ അഹല്യ രാമനെ ധ്യാനിക്കാനും ജപിക്കാനും തുടങ്ങി. അങ്ങനെ മൂന്നാമത് വരാനിരുന്ന യുഗം രണ്ടാമത് വരുന്നതിനെ 3ലേക്ക് പിടിച്ച് തള്ളി. ഒരു യുഗമാറ്റം തന്നെ നാമജപം കൊണ്ട് സംഭവിച്ചു.
ഒരു ഒരു വലിയ അത്ഭുതമാണ്. ഇത് നടന്നിരിക്കുന്നത് ത്രേതായുഗത്തിൽ. ഇനി സത്യയുഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അജാമിളന്റെ നാമജപം. നാമജപം കൊണ്ട് അജാമിളൻ മോക്ഷത്തിലേക്ക് പോയത്. ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടത്ത് ദ്വാപരയുഗത്തിലാണെങ്കിലോ അനേകം ആൾക്കാര് നാമജപം ചെയ്തു. ഈ നാമജപത്തിന്റെ മഹിമ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കലികാലത്തിൽ ഒരേ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാം. അവർ ജന്മം കൊണ്ടത് ബംഗാളിലാണ്. നമ്മുടെ വൈഷ്ണവ പഞ്ചാംഗത്തില് ഒന്നോ രണ്ടോ സ്ത്രീകളുടെ മഹിമ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് നിത്യാനന്ദ പ്രഭുവിടെ സഹധർമ്മിണിയായ ജാനവി മാതാജി. ഇനിയൊന്ന് ഗംഗാ മാതാ ഗോസ്വാമിനി. ഈ വ്യക്തിയെ കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയില്ല. ഈ ഗംഗാ മാതാ ഗോസ്വാമിനി ഒരു രാജകുമാരിയായിരുന്നു. രാജകുടുംബത്തിൽ മഹാഭക്തയാണ്, സുന്ദരിയാണ്, എല്ലാവിധ സൽഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഗംഗാ മാതാ ഗോസ്വാമി. 10-16 വയസ്സായപ്പോ തന്നെ നല്ല കഴിവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് രാജകുമാരന്മാരുടെ എന്താ പറയാ വിവാഹത്തിനായിട്ട്, ഇത് പുരാണ കഥയല്ല, വെറും 300-400 വർഷങ്ങൾക്ക് മുമ്പേ ബംഗാളിൽ നടന്ന ഒരു കഥയാണ്. അപ്പൊ ഈ ഗംഗാ മാതാ ഗോസ്വാമിനിക്ക് ഭൗതിക ലോകത്തില് വിവാഹം, കുടുംബജീവിതം, സന്താനങ്ങള്, ഇതിലൊന്നും യാതൊരു താല്പര്യവുമില്ല. പൂർണമായും കൃഷ്ണ ഭഗവാനെ സേവിക്കണം എന്ന ഒറ്റ താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വിവാഹ ആലോചനകളും രാജകുമാരന്മാരും ഇതെല്ലാം നിരന്തരം വരാൻ തുടങ്ങിയപ്പോ ഈ 16 വയസ്സുള്ള രാജകുമാരി അതിതീവ്രമായ നാമജപം സ്വീകരിച്ചു. അഹോരാത്രം ഇരുന്ന് നാമജപം ചെയ്തു. എന്ത് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു ഗംഗാമാതാവിന്റെ. അങ്ങനെ നാമജപം ചെയ്ത് ചെയ്ത് അവർ ചെന്നു ഉറങ്ങി. രാവിലെ എണീറ്റപ്പോൾ ആ 16 വയസ്സ് സുന്ദരി 80 വയസ്സ് വൃദ്ധയായ സ്ത്രീയായി മാറി. ഇത് പൗരാണിക കഥയല്ല, വെറും ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതാണ്. ആ 16 വയസ്സ് സുന്ദരി ചെന്ന് കിടന്നു ഉറങ്ങി. രാവിലെ എണീറ്റപ്പോൾ 10-60-70 വയസ്സ് കിളവിയായിട്ട് ഒരു മുത്തശ്ശിയായിട്ടാണ്. കാലത്തിനെ തന്നെ ജപം കൊണ്ട് വിജയിച്ചു മാറ്റി. അപ്പൊ ഉടനെ ഈ ഗംഗാമാത കിളവിയായി, വയസ്സായ സ്ത്രീയായി എന്നുള്ള വാർത്ത സ്പ്രെഡായി. കാട്ടുതീ ഇതാവുന്നത് പോലെ പോയി. അടുത്ത ദിവസം തൊട്ട് ഒരു രാജാക്കന്മാർക്കും വിവാഹം കഴിക്കേണ്ട, അങ്ങനെ അവരെ ഒറ്റയ്ക്ക് വിട്ടു. ഗംഗാമാത അന്ന് മുതൽ ഇറങ്ങി സന്തോഷമായി ഭഗവാന്റെ നാമജപം പ്രചരിപ്പിക്കുകയും ദേശാടനങ്ങൾ ചെയ്യുകയും ഒരു സന്യാസി വര്യന്റെ ജീവിതം നയിക്കാനും തുടങ്ങി. അങ്ങനെ അവര് ജഗന്നാഥ്പുരിയിൽ വന്നിട്ട് ആ സമയത്തുണ്ടായിരുന്ന രാജാവിനെ വരെ നാമജപം പറഞ്ഞു കൊടുത്ത് ആയിരക്കണക്കിന് അനുയായികൾ. ഈ പരമ പരിശുദ്ധയായ ഭക്ത എവിടെ ചെന്ന് ഭഗവാന്റെ നാമം ജപിച്ചാലും തേനീച്ചകൾ കൂടുന്നത് പോലെ ഈ ഭക്തരെല്ലാം ഇവരെ ചുറ്റി കൂടുകയും എല്ലാം ഭഗവാനെ കുറിച്ച് കേൾക്കാനും നാമജപം ചെയ്യാനും സന്തോഷിക്കുക ആഹ്ലാദിക്കുകയൊക്കെ ആയി. അതേ സമയത്ത് കുറേ അസൂയ ഉള്ളവരും കൂടി. കാരണം ആലോചിച്ച് നോക്കൂ, ഇത് നടക്കുന്നത് ഒരു 500 വർഷത്തിന് മുമ്പേ.
ഒരു സ്ത്രീ പെട്ടെന്ന് ആചാര്യ പദവിയിലേക്ക് ഉയർന്നു. സമൂഹം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. സമൂഹം വന്നിട്ട് അവരെ അധിക്ഷേപിക്കുകയും അവരുടെ അനുയായികളെ പര കുറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പരാതി രാജാവ് വരെയും പോയി. അങ്ങനെ അവരെ ചില കാലഘട്ടം ജഗന്നാഥ് പുരിയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ആ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച്, അതായത് 24 മണിക്കൂറും ഭഗവാനെ കുറിച്ച് സേവിക്കുക. അത് കാരണമല്ലേ 16 വയസ്സിലുണ്ടായിരുന്ന അവര് പടുവൃദ്ധയായി മാറിയത്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഒരു ദിവസം സങ്കടം കാരണം ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച്, ഇവരെല്ലാം എന്നെ തടസ്സപ്പെടുത്തിയല്ലോ, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ അനുവാദം തരുന്നില്ലല്ലോ എന്ന് സങ്കടം കൊണ്ട് ജഗന്നാഥ് പുരി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു തടാകത്തിൽ ചെന്ന് മുങ്ങി കുളിക്കാനായി. മുങ്ങിയ ആ വ്യക്തി അങ്ങനെ ആ വെള്ളത്തിനകത്ത് അപ്രത്യക്ഷമായി. പിന്നെ ആരും അവരെ കണ്ടില്ല. ആ കുളത്തിലെല്ലാം അന്വേഷിച്ചു നോക്കിയും അവരെ കാണാനോ കണ്ടുപിടിക്കാനോ സാധിച്ചില്ല. പിന്നെ അടുത്ത ദിവസം രാവിലെ പുലർച്ചയ്ക്ക് ജഗന്നാഥ് പുരി ക്ഷേത്രം ശ്രീകോവിൽ ചെന്ന് പൂജാരിമാര് തുറക്കുന്നു. ക്ഷേത്രത്തിലിരുന്ന് ഗംഗയുടെ പ്രവാഹം, വെള്ളം, എന്താ പറയാ, ഒരു ഫ്ലഡ് പോലെ വെള്ളം അങ്ങോട്ട് കുത്തൊലിച്ച് ഓടി പുറത്തു വരാൻ തുടങ്ങി. ആ വെള്ളത്തിൽ ഗംഗാമാതാ ഗോസ്വാമിനിയും ജഗന്നാഥിന്റെ തൃപ്പാദത്തിൽ ഇരുന്ന് വെളിയിൽ വന്നു. അതായത് തലേന്ന് തടാകത്തിൽ മുങ്ങിയ ആ സ്ത്രീ അടുത്ത ദിവസം ജഗന്നാഥിന്റെ പാദത്തിൽ നിന്നാവും. അപ്പൊ ലോകത്തിലുണ്ടായിരുന്നവർക്കും പരാതികൾ പറഞ്ഞവർക്കും എല്ലാവർക്കും മനസ്സിലായി ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഭക്തയാണ്. കർമ്മണ മനസാ വാച സർവ അവസ്ഥാസു സർവത. കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും എല്ലാ അവസ്ഥയിലും ഭഗവാനെ മാത്രം ധ്യാനിച്ചു കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഗംഗാമാതാ ഗോസ്വാമി. ലോകം അവരെ അംഗീകരിക്കാൻ തുടങ്ങി. പിന്നെ അവർ വലിയ ഒരു ആധ്യാത്മിക ഗുരുവായി കഴിഞ്ഞു. അതായത് നാമജപത്തിനെ കുറിച്ച് പറയുമ്പോൾ നാമജപം ഒരു വിഗ്രഹമാണ്. പൂർണ്ണോ ശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ നാമചിന്താമണി ചൈതന്യ രാസവിഗ്രഹ. എങ്ങനെ ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് നമ്മൾ ആരാധനയും പൂജയും പുഷ്പാലങ്കാരവും അഭിഷേകവും ഒക്കെ ചെയ്യൂ, അതുപോലെ തന്നെ നാമവും ഒരു വിഗ്രഹം. നാമപ്രഭു എന്നാണ് ഹരിദാസ് ഠാക്കൂർ അഭിസംബോധന ചെയ്യുന്നത്. എങ്ങനെ ശ്രീരാമചന്ദ്രമൂർത്തിയെ പ്രഭു എന്ന് വിളിക്കുവോ, ചൈതന്യ മഹാപ്രഭുവിനെ മഹാപ്രഭു എന്ന് വിളിക്കുമോ, അഭിസംബോധന ചെയ്യും. അതുപോലെ നാമത്തിനെയും ഹരിദാസ് ഠാക്കൂർ വെറുതെ നാമം എന്ന് പറയില്ല, നാമപ്രഭു, വിഗ്രഹം, ദൈവമായിട്ടാണ്. അപ്പൊ രാവിലെ നമ്മൾ ആ ജപമാല കയ്യിലെടുത്ത് വെക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപ്പാദങ്ങളെ നേരിട്ട് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധത്തിൽ ചെയ്യുന്ന ജപം നമ്മളെ പരമപദത്തിലേക്ക് ഉയർത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും. എല്ലാവരും തുടർന്ന് നാമജപം ചെയ്യുക, മുടങ്ങാതെ രാവിലെ പങ്കെടുക്കുക. പല ഭക്തരും പറയുന്ന സാക്ഷാത്കാരങ്ങൾ, കാരണം 15 മിനിറ്റ് അല്ലേ ഉള്ളൂ, ചെറിയ ചെറിയ സാക്ഷാത്കാരം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ വീട്ടിലേക്ക് വന്നുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു ഓൺലൈൻ ബലരാമ ക്ഷേത്രം. പൂർണ്ണമായും ഇതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കണം.
മറ്റുള്ളവരെയും കൂടെ ഇതിൽ പങ്കെടുക്കാൻ പ്രചോദനം കൊടുക്കുക. ഇനിയിപ്പോ നമ്മൾ കൃഷ്ണ ജയന്തിക്ക് അതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ഭക്തരെയും ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയ പദ്ധതി. ചില ശ്ലോകങ്ങളുടെ നമ്പേഴ്സ് തരും, ഒരു 30ഓളം ശ്ലോകം. അതിന്റെ അർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം എല്ലാം വായിച്ച് മനസ്സിലാക്കുക. കൃഷ്ണ ജയന്തിക്ക് തൊട്ട് മുമ്പേ ഒരു ചെറിയ പരീക്ഷയും ഉണ്ടാവും, ഓൺലൈനിൽ തന്നെ. ഈ 30 ശ്ലോകങ്ങളിൽ ഇരുന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ നമ്മളെല്ലാവരും വായിച്ച് പഠിച്ച് അതിന്റെ മറുപടി കൊടുക്കണം. അതെങ്ങനെയാണ് ഏതാണെന്നുള്ളത് സംഘാടകരെ അറിയിക്കും. നമ്മുടെ ഈ ഉദ്ദേശം എന്ന് പറഞ്ഞാല് എല്ലാ ഭക്തരും ഈ പ്രധാനപ്പെട്ട 30 ശ്ലോകം ഒന്ന് വായിക്കണം എന്നുള്ളത് വേണ്ടിയാണ്. അതിൽ ആ ഒരു പരിപാടിയിലും എല്ലാവരും പങ്കെടുക്കണം. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.